ജോലിയും സമയവും തുടരുന്നു. ഇന്ന് അതിൻ്റെ പാർട്ട് 3 എടുക്കുന്നത്. പാർട്ട് 2 തുടർച്ചയായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നാല് പേർ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. ഒരു ജോലി ചെയ്യാൻ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ 20 ദിവസം ചെയ്തപ്പോഴാണ് ആ ജോലി അവസാനിച്ചത്, ആ ജോലി പൂർത്തിയാക്കി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ ആളെ കൂട്ടാം. ആളെ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പൊ 4 ആളുകൾ എന്നുള്ളത് 8 ആളുകളായി മാറിയാൽ, അതായത് ഇരട്ടിയായാൽ ഈ 20 ദിവസത്തിന് എന്താണ് സംഭവിക്കുക? 8 ആൾ ഏതായാലും 20 ദിവസം വർക്ക് ചെയ്യേണ്ടി വരില്ല. 8 ആൾ എത്ര ദിവസം വർക്ക് ചെയ്താൽ മതിയാവും? 10 ദിവസം ജോലി ചെയ്താൽ മതിയാവും. അതായത് ഇവിടെ 4 എന്നുള്ളത് 8 ആയപ്പോൾ ഇവിടെ 20 എന്നുള്ളത് 10 ചുരുങ്ങി. ഓക്കെ, ഇനിയോ? ഇനി ഇത് നമുക്കറിയാം, ഇതൊരു 16 ആളാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? 16 ആളാവുകയാണെങ്കിൽ 5 ദിവസം മതി. ഇനി ഇവിടെ 8 ആൾക്ക് പോലെ 10 ആളാവുകയാണെങ്കിലോ? അപ്പൊ 8 ദിവസം മതി. 10 ആളുകളാണെങ്കിൽ 8 ദിവസം മതി. ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം തുല്യമാണ്. ഏതെല്ലാം തുല്യമാണ്? 4 × 20, 8 × 10, 16 × 5, 10 × 8 എല്ലാം തുല്യമാണ്. ഇതെല്ലാം തുല്യം. നമുക്ക് ഇതില് രണ്ടെണ്ണം എടുക്കുകയാണ് വിചാരിക്കാം. ഏതെങ്കിലും രണ്ടെണ്ണം. അപ്പൊ 4 × 20, അതേപോലെ 16 × 5, ഇത് തുല്യമാണ്. അപ്പൊ 4 × 20 = 16 × 5 എന്ന് കിട്ടും. ഇനി ഇതില് എന്താണ് ഈ 4? ആളുകളുടെ എണ്ണമാണ്. എന്താണ് ഈ 16? ആളുകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ഇത് n ആണ്, ഇതും n ആണ്. പക്ഷെ നമുക്കിത് തിരിച്ചറിയില്ല. ഈ എന്നും ആ എന്നും തിരിച്ചറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് n1 എന്നും ഇതിന് n2 എന്നും കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇത് 20 എന്താ? ദിവസങ്ങളുടെ എണ്ണം. 5 എന്താ? അതും ദിവസങ്ങളുടെ എണ്ണമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? d എന്ന് കൊടുക്കാം. ഇവിടെയും d എന്ന് കൊടുക്കാം. തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? d1 d2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n1 d1 = n2 d2 എന്ന് കിട്ടും. നമുക്കതൊന്ന് മുകളിലേക്ക് എഴുതാം. n1 d1 = n2 d2. n1 × d1 = n2 × d2. ചോദ്യം എങ്ങനെയായിരിക്കും? ചോദ്യപ്പതാണ് 4 ആളുകൾ 20 ദിവസം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ 4 ആളുകൾ 20 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 16 ആളുകൾ എത്ര ദിവസം എടുത്താണ് ആ ജോലി പൂർത്തിയാക്കുക എന്നാവും ചോദ്യം. അത്തരം ചോദ്യങ്ങളാണ് വരിക. തിരിച്ചു ആവാം. എന്താണ്? 4 ആളുകൾ 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണ്ടി വരും? ഇങ്ങനെയാവാം ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n1 × n2 n1 × d1 = n2 × d2 ആണെങ്കിൽ ഒന്നുകിൽ n2 ചോദിക്കും, അല്ലെങ്കിൽ d2 ചോദിക്കും. n2 ചോദിച്ചാൽ എങ്ങനെ കിട്ടും? n2 = n1 d1, അല്ലെങ്കിൽ n1 × d1, അല്ലെങ്കിൽ n1 d1 / d2 എന്ന് കിട്ടും. അതേപോലെ d2 എന്ത് കിട്ടും? d2 = n1 d1 / n2 എന്നും കിട്ടും. അപ്പൊ നമുക്ക് 2
സമവാക്യങ്ങൾ കിട്ടുന്നു. N1 ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. N1 D1 by N2 ഈ രണ്ടും ഒന്ന് എഴുതിയെടുക്കുക. N2 ചോദിക്കുകയാണെങ്കിൽ N1 D1 by D2, D2 ചോദിക്കുകയാണെങ്കിൽ N1 D1 by N2 എന്ന് കിട്ടും. ഇതുപോലെ ചോദ്യങ്ങൾ ധാരാളം നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം എഴുതാം. എന്താണ്? 20 ആളുകൾ 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 25 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അങ്ങനെയാവും ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് വരും? N1 D1 = N2 D2, അല്ലെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ 20 ആളുകൾ 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 25 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പൊ നമുക്ക് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. D2 ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ D2 സമം എന്താണ്? നമുക്കറിയാം. D2 സമം N1 D1 by N2 എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും? N1 എന്നുള്ളത് 20, D1 എന്നുള്ളത് 5 by N2 എന്നുള്ളത് 25. 20 × 5 100, 100 by 25 സമം 4. 4 ദിവസം കൊണ്ടാണ് അയാൾ ചെയ്തു തീർക്കുക. ഓക്കെ, ഇതേപോലെ നമുക്ക് വേറെ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇപ്പോ 3 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 3 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണ്ടി വരും? 3 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണ്ടി വരും? അവിടെ എന്താ നമുക്ക് വേണ്ടത്? N2 ആണ് വേണ്ടത്. N2 ആണ് വേണ്ടത്. അപ്പൊ N2 എങ്ങനെ നമുക്ക് കിട്ടുക? N2 സമം ഇവിടെ ഉണ്ട് N1 D1 by D2. അപ്പൊ എങ്ങനെ വരും? N1 നമ്മൾ എത്ര പറഞ്ഞത്? 3 × 30 by D2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പൊ എന്ത് വന്നു? 3 30 90, 90 by 10 എത്രയാ? 9 ദിവസങ്ങൾ വേണ്ടി വരും. ഓക്കെ, 3 ആളുകൾ 10 ആളുകളായി മാറി. 3 × 30 ദിവസം കൊണ്ടാണ് അത് പണി തീർത്തത്. ഇപ്പോ എത്ര ആളുകളുണ്ട്? ഇപ്പോ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത്? ദിവസമാണ്. ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? D2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 3 × 30 90, 90 10 കൊണ്ട് ഹരിച്ചാൽ 9. വളരെ എളുപ്പമാണ്. ഇത്തരം കണക്കുകൾ പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ വിജയം. കോൺഫിഡൻ്റ് ആയി പരീക്ഷകൾ എഴുതൂ. സപ്പോർട്ടായി ഞാനുണ്ടാകും. ഓക്കെ, താങ്ക് യു.